നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭീകരവാദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോകളിൽ ഞാൻ പ്രേക്ഷകരോടൊരു കാര്യം പങ്കുവച്ചിരുന്നു. ഭീകരവാദികളുടെ പ്രവർത്തന രീതി, പാകിസ്ഥാനിൽ നിന്നുള്ള നേരിട്ടുള്ള നിയന്ത്രണം, ഇതിലെല്ലാം ഭീകരവാദികൾ മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലോൺ വുൾഫുകളെ, ഒറ്റയ്ക്കും തെറ്റയ്ക്കും തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് അവരെ ഒരു ശൃംഖലയുടെ ഭാഗമാക്കി അവർക്ക് വേണ്ട സാമഗ്രികളെല്ലാം സംഘടിപ്പിച്ചു കൊടുത്ത് ഒരു ബോംബ് നിർമ്മാണത്തിനുള്ള രേഖകളെല്ലാം ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള രീതിയിൽ അവർക്ക് നൽകി പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ ആത്യന്തികമായ അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നിരന്തര നിയന്ത്രണത്തിലായിരിക്കില്ല. ഒരു തീരുമാനം ആദ്യം എടുക്കുന്നു, അല്ലെങ്കിൽ അവരേതെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇത്തരത്തിൽ ഭീകരവാദ ആശയങ്ങളോട് കുട്ടിക്കാലം മുതലേ മതം തലയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഭീകരവാദ ആശയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഭീകരവാദ സംഘടനയിലേക്ക് ആകൃഷ്ടരാകുന്ന, ഒറ്റതിരിഞ്ഞ് നടക്കുന്ന ജിഹാദികളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും സാമഗ്രികളും നൽകി ഒരു നമ്മുടെ ഒരു സർവീസ് മാനുവൽ എന്ന് പറയുന്നത് പോലെ ഇത് ബോംബ് നിർമ്മിക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുത്തി വയ്ക്കുവാനുള്ള ഒരു ശാസ്ത്രീയ, ഇപ്പോൾ റിസിൻ എന്ന വിഷം സ്വാംശീകരിച്ചെടുത്ത് ജലസ്രോതസ്സിൽ കടത്തുവാനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനമോ അത് എന്തെങ്കിലുമൊക്കെ നൽകി അവരെ ആ ഭീകരവാദ പ്രവർത്തനത്തിനായിട്ട് സ്വതന്ത്രരായി വിടുക. അങ്ങനൊരു പ്ലേ ബുക്ക് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തയ്യബയും എല്ലാം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ പൊളിയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും നിതാന്ത ജാഗ്രത പാലിക്കുകയും ശക്തമായൊരു ഭരണകൂടം അവർക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ ഈ ലോൺ വുൾഫുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പിടിയിലായിരിക്കുന്നത് രാജർഷി ദശരഥ് ഓട്ടോണമസ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ്. രാജർഷി ദശരഥ് സ്റ്റേറ്റ് ഓട്ടോണമസ് മെഡിക്കൽ കോളേജ് ഉത്തർപ്രദേശിലാണ്, അയോധ്യയിലാണ്. അവിടുത്തെ 1ാം വർഷ വിദ്യാർത്ഥിയായ സർഫറാസാണ്. സർഫറാസ് തയ്യാറാക്കിയ ഒരു ബോംബ് നിർമ്മിക്കുവാനുള്ള ഒരു മാർഗരേഖകൾ, അതും സ്വന്തം കൈപ്പടയിൽ എഴുതിയ മാർഗരേഖകൾ സർഫറാസ് രാത്രി ഡ്യൂട്ടി നോക്കിയിരുന്ന 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഈ അഡീഷണൽ ഡ്യൂട്ടി നോക്കുന്നത് പോലെ രാത്രി ഡ്യൂട്ടി നോക്കിയിരുന്ന കോളേജിലെ എക്സ്റേ വിഭാഗത്തിൽ നിന്ന് വകുപ്പ് മേധാവി കണ്ടെടുക്കുകയും തുടർന്ന് കോളേജ് അത് പോലീസുകാരെ അറിയിക്കുകയും നിയമ സംവിധാനങ്ങൾ സർഫറാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഓപ്പറേഷൻ തന്നെയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം, മെട്രോ സ്റ്റേഷന് സമീപം ഉമർ നബി എന്ന ഡോക്ടർ ബോംബ് സ്ഫോടനം നടത്തി 15 പേരുടെ മരണത്തിനിടയാക്കിയ, നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുവാനിടയാക്കിയ ചെങ്കോട്ട ഭീകരവാദാക്രമണം. ആ ഭീകരവാദാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അൽഫല സർവകലാശാലയുടെ പേര് ഉയർന്നു കേൾക്കുകയും തുടർന്ന് അൽഫല സർവകലാശാലയിൽ നിന്ന് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു. അതെല്ലാം തത്വമേ ന്യൂസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് യഥാസമയം തന്നെ. അപ്പോൾ ഈ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ വെളിവായി വരുന്നുണ്ട്. ഒരു ക്രമഘടന കൃത്യമായിട്ട് തന്നെ വെളിവായി വരുന്നുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥികൾ മനഃപൂർവ്വമായി ഇത്തരത്തിലുള്ള സർവകലാശാലകളിൽ കടന്നുകൂടി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഈ ഭീകരവാദ സംഘടനകളോ അവരുടെ ഇവിടുത്തെ പിണിയാളുകളോ എല്ലാം നൽകുകയും അതേ തുടർന്ന് അവരൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു രീതി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ അനുവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ളൊരു ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ഇത്തരത്തിൽ യാദൃശ്ചികമായി ഇപ്പോൾ സർഫറാസ് തയ്യാറാക്കിയ ആ ഒരു രേഖ കണ്ടെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ സർഫറാസ് അയാളുടെ ആ ജിഹാദിയുടെ പദ്ധതി നടപ്പാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒറ്റതിരിഞ്ഞ് നടക്കുന്നവരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പിടികൂടുവാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പരിമിതികളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പൊതുസമൂഹത്തിൽ സ്ഥിരമായൊരു പ്രവർത്തനം നടത്തുവാനുള്ള അനുവാദം അവരുടെ ഒരു ഓപ്പറേഷൻ മാനുവലിലില്ല. നിയമപരമായിട്ട് തന്നെ അവർക്കില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്താൽ മാത്രമേ അവർക്ക് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പൊതുവായ നിരീക്ഷണം നടത്താമെന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടനം, അത് വലിയൊരു ശൃംഖലയെ നിരീക്ഷിച്ച് വരുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഈ ഉമർ നബി ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ പിടികൂടുമെന്നുള്ള അവസ്ഥയിലേക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ എത്തിയത് തന്നെ ഇത്തരത്തിലൊരു വിശാലമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ പിടികൂടുന്നത് അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഉമർ നബി എവിടെയെങ്കിലും വെച്ച് പൊട്ടിത്തെറിച്ചാൽ മതി എന്നുള്ള അയാളുടെ യഥാർത്ഥ ലക്ഷ്യം അതായിരുന്നില്ല. കൂടുതൽ ജീവഹാനി
ഉണ്ടാക്കുകയും ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു അമ്പലത്തെയോ ഒക്കെ തകർക്കുക, വലിയൊരു കലാപത്തിനുള്ള അരങ്ങൊരുക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ യഥാർത്ഥ ഉദ്ദേശം. അതെന്തായാലും പരാജയപ്പെട്ടു. പക്ഷേ പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാകട്ടെ എന്നുള്ള രീതിയിൽ സ്വയം ഹോറിഫൈഡായി 15 നിരപരാധികളുടെ ജീവനും ആ ജിഹാദി എടുത്തു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ശൃംഖലയുടെ അല്ലെങ്കിൽ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒറ്റതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഒറ്റതിരിഞ്ഞ് മാത്രം പ്രവർത്തിക്കുന്ന ഈ സർഫറാസ് എന്നുള്ള വ്യക്തി ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഏതെങ്കിലും ഒരു വലിയ ശൃംഖലയുടെ ഭാഗമോ ഒരു സംഘത്തിൻ്റെ ഭാഗമോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോൺ വുൾഫാണ്. ഈ ലോൺ വുൾഫുകൾ ഇനിയുള്ള കാലത്ത് ഭാരതത്തിൽ വലിയ അപകടങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. കാരണം ഇവരെല്ലാം യാതൊരു പരിശീലനവും മുന്നൊരുക്കങ്ങളും ലഭിക്കാത്ത അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച് മുന്നൊരുക്കങ്ങൾ നടത്താത്ത ജിഹാദികളാണ്. ഇവർ ഉരുവായി വരുന്നത് ഭാരതത്തിലെ സാധാരണ മതപഠനശാലകൾക്കുള്ളിൽ നിന്നാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ജന്മന ലഷ്കർ എ തോയ്ബയുടെ ക്യാമ്പിലല്ല ഇയാൾ ജീവിച്ചു വന്നത്. ജന്മം കൊണ്ട് അവിടെയല്ല ജനിച്ചു വീണത്, അവിടെയല്ല പരിശീലനങ്ങൾ നേടിയത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പിലുമല്ല. ഭാരതത്തിൽ ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് മതപഠനം കൊണ്ട് മാത്രം ഈ കാഫറുകളുടെ രാജ്യം നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്ന് അതേ തുടർന്ന് ഏതെങ്കിലും ഭീകരവാദ സംഘടനകളിൽ ആകൃഷ്ടനായി അതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലോ സിഗ്നലിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള രഹസ്യമായിട്ടുള്ള ആശയവിനിമയങ്ങളിൽ ഉൾപ്പെട്ട് ഒടുവിൽ അവർക്ക് വിശ്വാസം വരുമ്പോൾ അവർ ഇയാൾക്ക് വേണ്ട സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുക മാത്രം ചെയ്യും. ഇയാൾക്ക് പരിശീലനം പോലും അവർ നൽകില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വയം ബോംബുകൾ ഉണ്ടാക്കുവാനും രാസവസ്തുക്കൾ വേർതിരിച്ചെടുക്കുവാനും അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കുവാനും നിർമ്മിച്ചെടുക്കുവാനും ഒക്കെയുള്ള മാർഗരേഖകൾ മാത്രം നൽകും. അവരത് അത്തരത്തിലുള്ളൊരു ഭീകരവാദ പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൽ തിരിച്ചറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ വകുപ്പ് മേധാവി, എക്സ്റേ വകുപ്പിൻ്റെ മേധാവി ആ മാർഗരേഖ കണ്ടെടുത്തപ്പോൾ അത് കൃത്യമായിട്ട് അധികൃതരെ അറിയിക്കുകയും കോളേജ് അധികൃതരെ അറിയിക്കുകയും അവരത് പോലീസിനെ അറിയിക്കുകയും ചെയ്തതുപോലൊരു സാഹചര്യം പൊതുസമൂഹം ഇവർക്ക് ചുറ്റും സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ ഈ സർഫറാസിനെ പോലുള്ള ജിഹാദികൾ പിടിയിലാവുകയുള്ളൂ. ഈ വാർത്ത ഇന്നലെ രാവിലെ തന്നെ തത്വമൈ ന്യൂസ് അറിഞ്ഞതാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു. കാരണം മറ്റ് മാധ്യമങ്ങളിൽ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇത് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നത് പോലെ വന്നത് സർഫറാസിനെ പിടികൂടി. സർഫറാസിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ എന്നറിയില്ല. അതെ, ബോംബിൻ്റെ മാർഗരേഖ ഉണ്ടാക്കുന്നത് ഒരു ഉദ്ദേശവുമില്ലാതെ ചുമ്മാ സമയം പോകാനാണല്ലോ, ബോറടി മാറ്റാനാണല്ലോ ബോംബ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രൂപരേഖകളും ഒരു കൃത്യമായിട്ടുള്ള മാർഗരേഖയും ഒക്കെ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി ഉണ്ടാക്കുന്നത്. അത് ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി. അതിൻ്റെ ഒരു കൂടുതൽ പശ്ചാത്തലം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഒരല്പം വൈകി പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. വൈകി എന്നുള്ളത് ഒരുപാട് വൈകിട്ടൊന്നുമില്ല, ഇന്നലെയാണ് ഇത് പിടികൂടിയത്. പക്ഷെ പിടികൂടിയ ഉടനെ ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇത് അവതരിപ്പിക്കുവാനുള്ളൊരു സാഹചര്യം നിലവിലില്ലായിരുന്നു. കാരണം രഹസ്യാന്വേഷണ ഏജൻസികളും ഉത്തർപ്രദേശ് പോലീസ് തുടങ്ങി മുകളിലേക്ക് പോകുമ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ വരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പല കാരണങ്ങളുണ്ട് അതിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ലോൺ വുൾഫിനെ പിടികൂടിയ ഒരു സംഭവം. 2, ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത്, ഇയാളുടെ സംഘത്തിൽ മറ്റംഗങ്ങളുണ്ടോ എന്നുള്ളത്. ലോൺ വുൾഫ് തന്നെയാണ്, പക്ഷേ ഇയാൾക്ക് ഈ സാമഗ്രികൾ എത്തിക്കുവാനൊക്കെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ആ ശൃംഖല ഒന്ന് വെളിവാകുമോ എന്നുള്ള അന്വേഷണം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഭവം നടന്നിരിക്കുന്നത് അയോധ്യയിലാണ്. അയോധ്യ അതീവ സുരക്ഷാ മേഖലയാണ്. ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ ഒരു വിവരങ്ങളെല്ലാം ശേഖരിച്ച്, ലഭ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിതാന്തമായിട്ടുള്ള ജാഗ്രത നാം എല്ലാവരും പുലർത്തിയേ മതിയാകൂ. കാരണം നമ്മുടെ അരികിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന, നമ്മുടെ സുഹൃത്തെന്ന് നാം തെറ്റിദ്ധരിക്കുന്ന പലരും പോലും ഇത്തരത്തിലുള്ള ലോൺ വുൾഫുകളാകാനുള്ള സാധ്യതകൾ ഇനി അങ്ങോട്ടേക്കുള്ള കാലത്തിൽ വളരെ കൂടുതലാണ്. കാരണം മതം മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങളും നിതാന്ത ജാഗ്രതയും തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി,
നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.